ആശ്വാസധാരയുടെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിത്യജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് ആശ്വാസധാര. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമിത്രാൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവേ സ്വാഗതം. ഇന്ന് നമുക്കൊരു വാട്സപ്പ് സന്ദേശമാണ് കിട്ടിയിട്ടുള്ളത്. വാട്സാപ്പിൽ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുകയാണ് ലെറ്റർ. ഞാൻ 68 വയസ്സുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. 2 മക്കളുണ്ട്. അവരെല്ലാം പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നു. മൂത്തവൻ ഓസ്ട്രേലിയയിലും രണ്ടാമത്തെ ആൾ അയർലൻഡിലും ജോലി ചെയ്യുന്നു. അവരാരും ഇപ്പോൾ അടുത്തില്ല. പണ്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു. സ്വത്താണ് ഉദ്ദേശിക്കുന്നത്. മുണ്ട് മുറുക്കി ഉടുത്ത് മക്കളെ നല്ല നിലയിലാക്കി. ഇന്ന് എന്നെ കേൾക്കുവാൻ ആരുമില്ല. ഭാര്യയുമായി മിക്കവാറും വഴക്കിടും. എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മക്കൾ വല്ലപ്പോഴും വിളിക്കാറുണ്ട്. അധികമൊന്നും ഞാൻ സംസാരിക്കാറില്ല. മരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മരിക്കാൻ ഭയമാണ്. ജീവിതത്തിൽ എല്ലാ അർത്ഥങ്ങളും നഷ്ടമായി എന്നുള്ള തോന്നലാണ് എനിക്ക്. ദയവായി ഇതിനൊരു ഉത്തരം നൽകിയാൽ. ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ ബഹുമുഖങ്ങളായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒരു ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ഒരു വ്യക്തിയുടെ സങ്കടങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വിഷയമാണ്. വ്യത്യസ്തമായിരിക്കാമെങ്കിൽ പോലും റിട്ടയർമെൻറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യം, അതിനൊരു മനഃശാസ്ത്രപരമായൊരു പശ്ചാത്തലമുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിലും ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. അഡോളസെൻ്റ് ക്രൈസിസ് ആവാം, മിഡ് ലൈഫ് ക്രൈസിസ് ആവാം, ഓൾഡ് ഏജ് ക്രൈസിസ് ആവാം. ഇതൊരു ഓൾഡ് ഏജ് ക്രൈസിസിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം. അതിനെ തന്നെ നമുക്ക് 2-3 കാണാൻ പറ്റും. ഒരു യങ് ഓൾഡ് ഏജ് ക്രൈസിസ് ഉണ്ടാകും. യങ് ഓൾഡ് ഏജിൽ മിഡിൽ ഓൾഡ് ഏജ് ഉണ്ട്, ഓൾഡ് ഏജ് ഉണ്ട്. അപ്പോൾ ഇതൊരു പക്ഷേങ്കിൽ ഒരു മിഡിൽ ഓൾഡ് ഏജിൻ്റെ ഒരു പ്രശ്നമാകാനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. അദ്ദേഹത്തിന് 65 വയസ്സോളം 68 വയസ്സ് പ്രായം വരുന്ന ഒരു വ്യക്തിയാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. ഈ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇദ്ദേഹത്തെയും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ മഥിക്കുന്ന ഒരുപിടി ചോദ്യങ്ങളും വിഷമങ്ങളും, ജീവിതത്തിലൊരു എല്ലാം ശൂന്യമാണെന്നൊരു ചിന്ത, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു ശൂന്യതാബോധം, പിന്നെ ഒരുപാട് ആൾക്കൂട്ടത്തിൽ നിന്നും കുട്ടികളുടെ ലോകത്തിൽ നിന്നുമൊക്കെ മാറി ഇറങ്ങിത്തിരിച്ച് എന്താ പറയുന്നത്, ഒരു വീടിൻ്റെ ഒരു ഓരത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ, പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാവും ഒരു പക്ഷെങ്കിൽ, പിന്നെ ചില കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല എന്നുള്ള ചില സങ്കടങ്ങളും അലട്ടിയേക്കാം. പിന്നെ പൊരുത്തപ്പെടാനുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് പൊരുത്തപ്പെടാനുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഭാര്യ, ജീവിത പങ്കാളി, നല്ലൊരു ബന്ധം അത്ര അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കുന്നു. മറ്റു പലരുമായിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. അങ്ങനെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വല്ലാത്തൊരു പ്രതിസന്ധി. ഇത് ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പൊതു പ്രതിസന്ധിയാണ്. ഇതിനെ വാസ്തവത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട വിധം ഒരു അക്സെപ്റ്റൻസ് ആണ്. ആദ്യം തന്നെ എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പരിതോവസ്ഥയാണിത്. ഇത് എനിക്ക് മാത്രമായിട്ടുള്ളതൊന്നുമല്ല, എല്ലാവർക്കും ഇങ്ങനെ ഉണ്ട്. വാർദ്ധക്യത്തിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണെന്ന കാര്യം തിരിച്ചറിയണം. വാർദ്ധക്യത്തിലേക്ക് എല്ലാവരും കടന്നു പോകാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ. എത്രയോ പേര് ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നു, മിഡിൽ ഏജിൽ തന്നെ ഒരു പക്ഷേ മരിച്ചു പോകുന്നു. അപ്പോൾ എനിക്ക് വാർദ്ധക്യത്തിലേക്ക് കടക്കാനൊരു അവസരം കിട്ടി എന്നൊരു ഭാഗ്യമായിട്ട് കാണണം. വാർദ്ധക്യത്തെക്കുറിച്ച് സുഭാഷിതങ്ങളിലൊക്കെ പറയുന്നത് നരച്ച മുടി മഹത്വത്തിൻ്റെ കിരീടമാണ്, സുഹൃത സമ്പന്നമായൊരു ജീവിതത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെയാണ്. നരച്ച മുടി ഉള്ളവർക്കാണ്, എന്നെപ്പോലുള്ളവർക്കൊന്നും കാണില്ല, നമുക്കൊന്നും മുകളിലില്ല. പക്ഷേ അത് ഈ വാർദ്ധക്യത്തെ സൂചിപ്പിക്കുന്നതാണിത്. അപ്പോൾ അതൊരു അനുഗ്രഹമായിട്ട്, ഒരു കിരീടമായിട്ടാണ് അതിനെ തിരുവചനങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ കാണാൻ ഒരു പോസിറ്റീവായിട്ടുള്ള ലുക്ക് അതിലേക്കുണ്ടാവണം. എന്ന് മാത്രമല്ല, ഇത് എൻ്റെ മാത്രം ഒരു അനുഭവമല്ല, എന്നെപ്പോലെ ഉള്ളവരുടെ ധാരാളം പേരുടെ, ഇതുപോലെ ഇനിയും കടന്നു വരാനിരിക്കുന്ന വ്യക്തികളുടെ ഒക്കെ അനുഭവമായിട്ട് അതിനെ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ ഒത്തിരി ആശ്വാസമാകും. അത് കഴിഞ്ഞിട്ട് ജീവിതത്തെ ഒന്നുകൂടി ശരിയാവണ്ണം തിരിച്ചറിയണം. ഈ പ്രതിസന്ധി എന്നതിനപ്പുറത്ത് വാർദ്ധക്യം ഒരു വലിയ വരദാനമാണെന്ന് കാണണം. വാർദ്ധക്യം ഒരു സമ്പത്താണെന്ന് കാണണം. ഒരുപാട് പക്വതയിലേക്ക് വന്നൊരവസ്ഥയാണ്. വാസ്തവത്തിൽ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ മാറിയിട്ട് വിവേകത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറാൻ ഭാഗ്യം കിട്ടിയൊരവസ്ഥയാണ് വാർദ്ധക്യം. ഒരു മാങ്ങ പഴുത്ത് പാകമാകുമ്പോഴാണ് അത്
ഉപയോഗയോഗ്യമാകുന്നത് എന്ന് പറയുന്നത് പോലെ പാകതയിലെത്തിയൊരു വ്യക്തിത്വമാണത്, പക്വമായൊരു വ്യക്തിത്വം. അതുകൊണ്ട് ആ പാകതയിലേക്ക് എത്തിയ ഒരു നല്ല അവസ്ഥയായിട്ട് ഇതിനെ കാണണം. തിങ്കിങ് നോട്ട് മച്ച് അബൌട്ട് ഹാവിങ് ബട്ട് അബൌട്ട് ബീയിങ്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൺസേൺ കൂടുതൽ എൻ്റെ ബീയിങ്ങിനെ കുറിച്ചാണ്. ഹാവിങ്ങിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഇപ്പോൾ എനിക്കില്ലല്ലോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും ഇദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതില്ല, ഇതില്ല, ജോലി തീർന്നു, ഇനിയിപ്പം വേറെ ആളുകളുടെ ഇടപെടലൊക്കെ കുറഞ്ഞു പോയി. പക്ഷേ അതിനേക്കാൾ ഉപരി എൻ്റെ ബീയിങ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാനായിരിക്കുന്ന അവസ്ഥ. ആ ഒരു തിരിച്ചറിവിലേക്ക് വരിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തോബിയാസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ തിരുവചനം വളരെ ശ്രദ്ധേയമാണ്. കൊച്ചു തോബിയാസ് തൻ്റെ ജീവിത പങ്കാളിയായ സാറായോടൊപ്പം ആദ്യരാത്രിയിൽ ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണത്. സാറയുടെ ജീവിതം വാസ്തവത്തിൽ വല്ലാത്തൊരു സങ്കടങ്ങളുടെ ജീവിതമായിരുന്നു. സാറ വിവാഹം കഴിച്ച ഭർത്താക്കന്മാരൊക്കെ ആദ്യ രാത്രിയിൽ മരിച്ചു. അങ്ങനെ 7 ഭർത്താക്കന്മാർ മരിച്ചതിൻ്റെ സങ്കടവുമായിട്ടാണ് ആ പിതാവ് റഗുവേൽ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് മാലാഹയുടെ വലിയ ഒരു വഴിനടത്തിപ്പ് സ്വീകരിച്ചുകൊണ്ട് ഈ തോബിയാസ് ആദ്യ രാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൂതൻ പറയുന്നതനുസരിച്ച് ഇതാണ് ആ പ്രാർത്ഥന: കർത്താവേ, ഇവളെ ഞാൻ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷം കൊണ്ടല്ല, മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ്. ഇവളോടൊപ്പം വാർദ്ധക്യം വരെ എത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. അതൊരു വലിയൊരു പ്രണയത്തിൻ്റെ തുടക്കമാണ്. ഒരു പ്രണയകാവ്യത്തിൻ്റെ തുടക്കം പോലെ അനുഗ്രഹീതമായ ഒരു ജീവിതം അവിടെ തുടങ്ങുകയാണ്. കൃപ നിറഞ്ഞൊരു ജീവിതം. അത് വാർദ്ധക്യത്തിലെത്തിയാലും തീരാത്ത ഒരു പ്രണയമാണ്. വാർദ്ധക്യത്തിൽ പ്രണയമുണ്ടോ എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം. വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ അവസാനിച്ച് കഴിയുമ്പോഴും ഒടുങ്ങാത്ത മനസ്സിൻ്റെ ആ അതുല്യമായ സ്നേഹം, മാംസനിബദ്ധമല്ലാത്ത രാഗം, യഥാർത്ഥത്തിൽ അതുതന്നെ ആ ഒരു അർത്ഥവത്തായ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് അപ്പോഴാണ് പ്രവേശിക്കുന്നത്. മറ്റൊന്നിനൊത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാകും. അത് വികാരബദ്ധമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അതൊക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ പ്രേമത്തിൻ്റെ ആ കൃപാധാരയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജീവിത പങ്കാളിയോടൊപ്പം ആയിരിക്കാൻ പറ്റുന്നു. അർത്ഥവത്തായിട്ട് പലതും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ കാലത്തിൻ്റെ നല്ല ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് പങ്കുവെച്ചും പ്രാർത്ഥിച്ചും മുന്നേറാൻ പറ്റുന്ന നല്ലൊരു സമയമാണ്. എൻ്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട്. ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് കണ്ടുമുട്ടിയ ഒരു വൃദ്ധ ദമ്പതികൾ. അവർ 80 കഴിഞ്ഞിട്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കും. കുറേ സമയം എന്നല്ല, ഒരുപാട് സമയം അവർ ഒരുമിച്ച് തന്നെ മുറിയിൽ ചെലവഴിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. മാത്രമല്ല എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് ഒരു കൊച്ചു പ്രാർത്ഥന കഴിഞ്ഞിട്ട് 2 പേരും കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്കൊരു പോക്കുണ്ട്. ഒരു ഇരട്ടത്തടിപ്പാലത്തിൽ കൂടെ ഒരുമിച്ച് ആ വിറയുടെ സൗമ്യതാളത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പാലം കടന്നു പോകുന്ന ഒരവസ്ഥ വളരെ അർത്ഥവത്താണത്. അത് കാണുമ്പം നമ്മളറിയാത്തൊരു വലിയ ഒരു ആദരവും സ്നേഹവും അവരോട് നമുക്കുണ്ടാവും. ആരെ പിടിക്കുന്നറിയില്ല, ആർക്ക് വേണേലും വീഴാം. പക്ഷെ അവർ വീഴില്ല, വീഴാതെ തിരിച്ചു വന്നു. ഒരിക്കൽ കുറേ നാളുകൾ പിന്നിട്ടപ്പോൾ ഈ അപ്പച്ചൻ ആ വല്യമ്മച്ചിയോട് പറഞ്ഞു, എടി ഞാൻ പോവുകയാണ്. അപ്പോൾ വല്യമ്മച്ചി ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് മനുഷ്യനായി പോണത്? നമ്മളൊരുമിച്ചല്ലേ പോകുന്നത്? അതല്ല, ഇന്ന് ഞാൻ നേരത്തെ പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് പോകാൻ കാലമായി. കടന്നുപോകലിനെക്കുറിച്ചാണ്, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായ അമ്മച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകണം, അവിടെയും നമുക്ക് താമസം കൂടാതെ ഒരുമിച്ച് പോകാം. അവരങ്ങനെ സ്നേഹത്തിൻ്റെ ചില ശാഠ്യങ്ങളൊക്കെ പങ്കുവച്ചു. ഏതാണെങ്കിലും ഒരു 2 ആഴ്ച വ്യത്യാസത്തിൽ 2 പേരും നിത്യതയിലേക്ക് കടന്നുപോയി. ഇതൊരു വാർദ്ധക്യത്തിൻ്റെ പ്രണയത്തിൻ്റെ സൗന്ദര്യമാണ് എനിക്ക് തോന്നിയത്. അപ്പം സാധ്യമാണത്. അങ്ങനെയൊക്കെയുള്ള നല്ല ചിന്തകളിലേക്ക് വരാനുള്ള അവസരം കൂടിയാണ്. അതുപോലെ എനിക്ക് തോന്നി വാർദ്ധക്യത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കാൻ ക്രിയാത്മകമായ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. നഷ്ടപ്പെട്ടു പോയ പലതിനെക്കുറിച്ചും ചിന്തിക്കാതെ ഇനിയാണ് യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ളത്, പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനുള്ളതെന്നുള്ള ആ വലിയൊരു ക്രിയാത്മക ചിന്ത, ഒരു ഭാവാത്മകമായ സ്വപ്നം അത് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പിന്നെ പഴയ ഓർമ്മകളും വലിയൊരു കരുത്തല്ലേ, ജീവിക്കാനായിട്ടുള്ളൊരു വലിയ കരുത്താവില്ല. തീർച്ചയായിട്ടും അതെ. ഇന്നലകളുടെ ഓർമ്മകൾ നാളുകളിലേക്ക് എന്നെ ശക്തിപ്പെടുത്തും. പക്ഷെ നാളുകളുടെ സ്വപ്നങ്ങൾ കെട്ടുപോകാൻ പാടില്ല. എൻ കക്കാടിൻ്റെ ഒരു കവിതയുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ ദമ്പതികൾ. ഭാര്യയോട് ഭർത്താവ് പറയുന്നു, നെറുകയിൽ ഇരുട്ടേന്തി പാറാവ് നിൽക്കുമേ തിരുകുവിളക്കുകൾക്കപ്പുറം ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ സഖി.
അപ്പോൾ ഈ ഓർമ്മകൾ പരസ്പരം ജീവിച്ചു തീർത്ത ആ നല്ല ഓർമ്മകൾ എപ്പോഴും മുമ്പോട്ട്, പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൻ്റെ കാലത്ത് മുമ്പോട്ട് തുഴയാനുള്ളൊരു വലിയൊരു കരുത്തായി. വലിയൊരു തുഴയാണത്, സത്യവാത്. എല്ലാ ജീവിതത്തിലും ഒത്തിരി നല്ല ഓർമ്മകൾ കാണും. കുറച്ചൊക്കെ പാളിച്ചകളുടെയും സങ്കടങ്ങളുടെയും ഓർമ്മകളുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന നല്ല ഓർമ്മകൾ നമ്മളിപ്പോൾ എഴുത്തിൽ കണ്ടുമുട്ടിയ ആ പ്രിയപ്പെട്ട അപ്പച്ചനോടും ഇതുപോലെ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ ആ അധ്യാപകനുണ്ടാകും. അവരുടെ ജീവിതം പങ്കിട്ടതിൻ്റെയൊക്കെ ഓർമ്മകൾ, കണ്ടുമുട്ടിയ നല്ല ഓർമ്മകൾ. അപ്പോൾ ഈ ഓർമ്മകളിൽ ചവിട്ടി ഭാവിയിലേക്ക് ചുവടുവെക്കാൻ പറ്റുക ഒരു വലിയ ഭാഗ്യമാണ്. അകിര കുറസോവയുടെ ഒരു ശ്രദ്ധേയമായ ഇക്രു എന്നൊരു ജാപ്പനീസ് ഫിലിം വളരെ ക്രിയാത്മകമായ ഒരു ചിന്ത ഉണർത്തുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് വാർദ്ധക്യത്തിലേക്ക് വഴുതി പോകുന്നൊരു മനുഷ്യൻ്റെ മനസ്സ് വല്ലാതെ പിടയുന്നുണ്ട്. അയാൾ ഇനി ജീവിതത്തിൻ്റെ അർത്ഥം പോലും കണ്ടെത്താൻ വേണ്ടി പാടുപെടുകയാണ്. എങ്ങനെയാണ് ഇനി ജീവിക്കണോ വേണ്ടയോ, മരിച്ചാൽ പോരെ, അല്ലെങ്കിൽ മരിക്കണം എന്ന് ചിന്തിക്കുന്ന വിധം അത്ര കണ്ട് മനസ്സ് ഇരുണ്ടുപോയി. അങ്ങനത്തെ ഒരു വേളയിൽ അയാൾക്കൊരു സത്ചിന്ത, ഒരു ക്രിയാത്മക ചിന്ത അയാളുടെ മനസ്സിലേക്ക് സാവധാനം കടന്നു വരികയാണ്. അയാൾ പറയുന്നു, ആ വൃദ്ധൻ പറയുകയാണ്, ഇല്ല, എനിക്ക് ജീവിക്കാനൊരു നല്ല കാര്യമുണ്ട്. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഈ പ്രദേശത്തൊക്കെ, അവർക്ക് വേണ്ടിയിട്ടൊരു പാർക്കുണ്ടാക്കിയാൽ ആ കുഞ്ഞുങ്ങളൊക്കെ ഓടിച്ചാടി നടന്ന് കളിക്കും ഇവിടെ. അവർക്കൊത്തിരി സന്തോഷം ഉണ്ടാകും. ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റുകയില്ല, അങ്ങനെ കളിക്കാൻ ഇടങ്ങളില്ല, ജീവിക്കാൻ അത് സന്തോഷിക്കാൻ സൗകര്യങ്ങളില്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ചിലവിൽ എൻ്റെ സമ്പത്തൊക്കെ ചിലവിട്ടൊരു പാർക്കുണ്ടാക്കും. ആ മനുഷ്യൻ അത് മനോഹരമായിട്ട് നിർമ്മിച്ചു. ഒരുപാട് കുട്ടികൾ അവിടെ പാറിപ്പറന്ന് കളിച്ചു. പക്ഷേ ആ മനുഷ്യന് അത് പൂർത്തിയാക്കി അദ്ദേഹം മരണം പ്രാപിക്കുകയാണ്. വലിയ സംതൃപ്തിയോടുകൂടി ഒരു വലിയ കാര്യം ചെയ്ത് ചാരിതാർത്ഥ്യത്തോടെ കടന്നു പോകുന്നു. അതങ്ങനെ കഥ അവിടെ തീരുന്നെങ്കിൽ പോലും ആ ജീവിതം തുടരുന്നു എന്നോർക്കുക. എന്തൊരു വലിയ അനുഗ്രഹമായിരിക്കും. ആ മനുഷ്യൻ ഒരു ബാല്യത്തിലേക്ക് മടങ്ങും, മനസ്സിൽ ഒരുപാട് സന്തോഷം അളയടിക്കും, നന്മ ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യം. ഇതുപോലെ വാസ്തവത്തിൽ വാർദ്ധക്യത്തിലാണ്, ഒരു 60കൾക്ക് ശേഷമാണ് ഒട്ടുമിക്കവാറും മഹാത്മാരൊക്കെ വലിയ സംഭാവനകൾ ചെയ്തത്. ഉദാഹരണത്തിന് ബിഥോവൻ്റെ ശ്രദ്ധേയമായ 9ാം സിംഫണി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 70കളിൽ രചിക്കപ്പെട്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ വലിയ ലോകാരാധ്യനാക്കി തീർത്ത യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ ശ്രീ അബ്ദുൽ കലാം എന്ന ആ വലിയ മനുഷ്യൻ്റെ ജീവിതം നോക്കൂ. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് കൂടെ നിന്നിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലുപരി അദ്ദേഹം ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായി മാറി, ഒരു ദാർശനികനായ ഒരു രാഷ്ട്രപതിയായി മാറിയിട്ട് ഈ ഭാരതത്തെ ഉന്നതമായ ചിന്തകളിലേക്ക് നയിച്ചു, ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഈ ചിന്തകൾ എത്തിച്ചു എന്നുള്ള ആ വലിയ ദൗത്യം അദ്ദേഹം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ 60കൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ഓർക്കണം. അതുപോലെ മഹാത്മജിയുടെ ജീവിതം എടുത്തു. മഹാത്മജി മഹാത്മാവായി മാറിയത് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപിടി ജീവിതങ്ങൾ എവിടെ നോക്കിയാലും. മദർ തെരേസ ഒരു കാലത്ത് ഒരു അധ്യാപികയായിരുന്നു, ഒന്നും അറിയപ്പെടാത്തൊരു സാധാരണ അധ്യാപികയായ സിസ്റ്റർ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചുവട് വെച്ചു, പിന്നീട് വളർന്നു. വൃദ്ധയായ മദർ തെരേസ ലോകത്തിൻ്റെ അമ്മയായി മാറിയ, മാതൃത്വത്തിൻ്റെ മകുടമായി മാറിയ ഒരു വലിയ ജീവിതം. ഇതെല്ലാം ആ വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ് വലിയ ഒരു സംഭാവന ലോകത്തിന് ചെയ്യുന്നത്. ഈ വാർദ്ധക്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ചിന്തയാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ലോകത്ത് കാണുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതം ആ തരത്തിൽ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് ഇവർ ലോകത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളതായിട്ട് കാണുന്നത്. വാർദ്ധക്യത്തെ വരദാനമായി കാണുക എന്നുള്ള വെളിച്ചമാണ് വേണ്ടത്. ആ ഒരു ഉൾവെളിച്ചത്തിലേക്കാണ് വാസ്തവത്തിൽ ഓരോ വൃദ്ധജീവിതവും കടന്നു വരേണ്ടത്. ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരുമ്പോഴത്തേനും ഇങ്ങനെ ഇരുണ്ടു വരുന്ന പല ഇരുൾ മേഘങ്ങളും ഇങ്ങനൊരു പുതിയ പ്രതീക്ഷയുടെ പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിയാത്മക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുൻപോട്ട് നീങ്ങാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അയാൾ തന്നെ ചിന്തിച്ചെടുക്കുന്നെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ജീവിതത്തിൽ. സാവധാനം ഒന്ന് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യമാണ്. ഇപ്പോൾ ഒരു വാർദ്ധക്യത്തിലേക്ക് വരുന്നൊരു മനുഷ്യനൊരു ജ്ഞാനവൃദ്ധനായി മാറുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ ആ ഒരു സംസ്കാരത്തിൽ ഉരുത്തിരിയുന്ന ഒരു ജീവിത ചിന്തയുണ്ടല്ലോ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ജീവിത അവസ്ഥകൾ. അത് വാസ്തവത്തിൽ 4 ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നു. പക്ഷെ അത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിനൊരു വിലയും നിലയും ഉണ്ട്. അത് ഒരു മാനസികാവസ്ഥയാണ്. ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയായിട്ട് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട് എന്നൊരു കാര്യം ഒരു സത്യമാണ്. വാനപ്രസ്ഥമോ സന്യാസമോ അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഒരു അന്വേഷകനായിട്ട് മാറുന്നു. ഒരു ഏകാന്തതയിൽ അർത്ഥം കണ്ടെത്തുന്ന വ്യക്തിയായി വാനപ്രസ്ഥം, ദൈവത്തെ തേടുന്ന മനുഷ്യനായിട്ട് സന്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ജ്ഞാനവൃദ്ധനായി മാറുക ചെയ്യുന്നത്. ഈ ജ്ഞാനവൃദ്ധനായി മാറുമ്പോഴാണ് ക്രിയാത്മക ചിന്തകൾ ഉണ്ടാകുന്നത്.
ശമയോൻ എന്ന വ്യക്തിയെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടും. ഉണ്ണിമിശിഹായെ കരങ്ങളിൽ വഹിച്ച ശമയോൻ ഉണ്ണിമിശിഹായെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറയുന്ന വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. സകല ജനപദങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അതൊരു വലിയൊരു നിറവാണ്. വലിയൊരു ധ്യാന യോഗത്തിലേക്ക്, സന്യാസ സമർപ്പണത്തിലേക്ക് എന്ന വിധം ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു വൃദ്ധൻ എത്തിച്ചേരേണ്ട വഴിയാണ് ജ്ഞാനവൃദ്ധനായി മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പം ആത്മീയതയിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാത്തിനും ഒരു പുതിയ വെളിച്ചം കിട്ടും, ക്രിയാത്മക ചിന്തകളുണ്ടാകും. ശ്രീ അബ്ദുൽ കലാമിൻ്റെ കാര്യം, അദ്ദേഹം നല്ല ആത്മീയനാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനങ്ങൾ തന്നെയാണ് ഈ തത്വവിചാരങ്ങൾക്ക് ഉടൽ കൊടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ചിറക് മുളപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്താധാരകൾക്ക് ശക്തി പകരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ശരിയായ ഒരു ആത്മീയതയിലേക്ക് എത്തിയാൽ വാർദ്ധക്യത്തിന് അർത്ഥമില്ല എന്നുള്ള ഒരു ചിന്ത തന്നെ, ഈ കത്തിൽ പങ്കുവച്ച ചിന്ത തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് അപ്രത്യക്ഷമാകും. അടിസ്ഥാനപരമായിട്ട് ദൈവോന്മുഖനായി കൂടുതൽ ചരിക്കാനുള്ള സമയമാണ് വാർദ്ധക്യം. എപ്പോഴും എല്ലാ മനുഷ്യനും ജീവിതം ദൈവോന്മുഖമായിരിക്കണം, എങ്കിലും ഒരു ദൈവാന്വേഷണത്തിനുള്ള കൂടുതൽ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആ സമയത്ത് ഒരുക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ട് പ്രകൃതി തന്നെ ഒരുക്കുകയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് അന്നേരം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം സന്നദ്ധമായാൽ മതി. വലിയ കൃപയായി മാറും, അനുഗ്രഹമായി മാറണം. ഒരു വല്യപ്പൻ അല്ലെ ഒരു പിതാവ്, വൃദ്ധനായ ഒരു പിതാവ് ഒരു കുടുംബത്തിൽ മക്കളും കൊച്ചുമക്കളുമുള്ള കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിനൊരു അനുഗ്രഹമായി മാറണം, അനുഗ്രഹ സാന്നിധ്യമായി മാറണം. മോശയെപ്പോലെ മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമലേക്കർ വരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിച്ചുവെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം മോശ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ ജനം ജയിച്ചത് എന്ന് പറഞ്ഞ പോലെ മക്കളും കൊച്ചുമക്കളും, ഇദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളൊക്കെ വിദേശങ്ങളിലാണ്. വിദേശങ്ങളിലുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് കൈവിരിച്ച് പിടിച്ച് മോശയെപ്പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ട് ഇദ്ദേഹം മാറുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മക്കളുമായിട്ടുള്ള വേവ് ലെങ്ത് അടുത്ത് വരും. അവരൊരു പക്ഷേ മാസത്തിലൊന്നേ വിളിക്കുന്നുള്ളൂവെങ്കിൽ ആഴ്ചയിലൊന്ന് വിളിച്ചു തുടങ്ങും, എല്ലാ ദിവസവും വിളിച്ചു തുടങ്ങും. കാരണം പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു വലിയ ബലമുണ്ട്. ആ ഒരു വേവ് ലെങ്തിലേക്ക് ഹൃദയം തമ്മിൽ അടുക്കുകയും ചെയ്യും. ആ ഒരു ബന്ധവും ബലവും വളർത്തിയെടുക്കാൻ പറ്റും. അതൊരു വലിയ ദൈവവും മനുഷ്യനുമായിട്ടും കുടുംബത്തിലുള്ള മക്കളും കൊച്ചുമക്കളും എല്ലാമായിട്ടുള്ള വലിയൊരു ഒരു കണ്ണിയിൽ ഒരു വലിയ അനുഗ്രഹ കണ്ണിയായിട്ട് ഈ അപ്പൻ മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ആനന്ദം കൊണ്ട് നിറയും. അങ്ങനെ അനുഗ്രഹീതമായ ആനന്ദഭരിതമായ ഒരു വാർദ്ധക്യം വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിലേക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ഈ അധ്യാപകന് കടക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ആയിട്ടുള്ള ഷെയറിങ്, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ പകൽ വീടുകളുണ്ട്, എല്ലായിടത്തും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ഇത്തരം പകൽ വീടുകളിൽ ഒരുമിച്ച് കൂടുകയും അത്തരം പരസ്പരം സംവദിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ഇത്തരമൊരു ക്രൈസിസിനെ അതിജീവിക്കാനായിട്ട് പ്രധാനപ്പെട്ട വളരെ ആരോഗ്യപരമായ ചിന്തയാണത്. പകൽ വീടുകൾ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പകൽ വീടുകളെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അങ്ങനെ രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ പോലും വൃദ്ധരായ ആളുകൾ സമാന ചിന്താഗതിയുള്ളവരും സമാന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരും ഒരുമിച്ച് ചില ഇടങ്ങളിലൊക്കെ കൂടുക, ചില നല്ലതരം ക്ലബ്ബുകളിലൊക്കെ പങ്കുചേരുക, ഒരുമിച്ചിരുന്ന് വെറുതെ സംസാരിക്കുക, ഒരുപക്ഷെ അടുത്ത വീടുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീടുകളിലൊക്കെ ഒരുമിച്ച് കൂടുക, അതെല്ലാം വലിയ ഒരു വളർച്ചയാണ്. സമാന ചിന്തയും സമാന സ്വഭാവമുള്ളവരുടെ പങ്കുവയ്ക്കലുകൾക്ക് വലിയ ഹൃദ്യതയുണ്ട്. അവർ മനസ്സ് തുറന്ന് സംസാരിക്കും. കുടുംബസമേതമാണെങ്കിൽ വൃദ്ധ ദമ്പതികൾ ഒരുമിച്ച് ഷെയർ ചെയ്യുമ്പം അതിന് വലിയൊരു സൗന്ദര്യമുണ്ട്, വലിയൊരു സംഭാവനയുണ്ട് പങ്കുവെക്കാൻ. സമാനമായ ദുഃഖങ്ങൾ, അതുപോലെ രോഗാവസ്ഥകളൊക്കെ കണ്ടെന്നിരിക്കും. ഈ രോഗാവസ്ഥകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് പങ്കുവെക്കുമ്പോൾ തന്നെ അവിടെ ആശ്വാസമായി. ആ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് പകൽ വീടുകൾ പോലത്തെ സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. അത് പ്രയോജനപ്പെടുത്തുകയും വേണം ഉള്ളതുപോലെ. അപ്പോൾ നമുക്ക് ക്രിയാത്മകമായിട്ട് ചിന്തിക്കാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ നമ്മളിപ്പോൾ പറഞ്ഞു പല കാര്യങ്ങൾ ചെയ്യാമെന്ന്. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായി മാറുന്നതോടൊപ്പം തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിട്ട് മാറാൻ പറ്റും. എഴുതാൻ പറ്റുമെങ്കിൽ അധ്യാപകനൊക്കെയാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ എഴുതാൻ പറ്റും, നല്ല ചിന്തകൾ കുറിക്കാൻ പറ്റും, ചെറിയ ചെറിയ ലേഖനങ്ങൾ ചിലപ്പോൾ എഴുതാൻ പറ്റുന്നിരിക്കും പ്രായോഗികമായിട്ട് പറഞ്ഞാൽ. അതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൊച്ചു കൊച്ചു സമ്മേളനങ്ങളിൽ പ്രസംഗിക്കാൻ പറ്റുന്നിരിക്കും, പൊതുപ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പറ്റുന്നിരിക്കും. ഒരു ഇടവകയുടെ പശ്ചാത്തലത്തിലൊക്കെയാണെങ്കിൽ കുടുംബ കൂട്ടായ്മകളുണ്ട്, പാരിഷ് കൗൺസിലുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സജീവമായിട്ടങ്ങ് പ്രവർത്തിക്കണം. അങ്ങനെ സജീവ പങ്കാളിത്തം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം ആളുകൾ പിന്നെയും കൂട്ടുകാരായി വരിക. ഒരു ഏകാന്തത ഉണ്ടാവാതെ അതെ, എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാനായിട്ട്, എപ്പോഴും തന്നെ എൻഗേജ്ഡ് ആയിരിക്കും. അതും വെറും എൻഗേജ്മെൻ്റ് അല്ല, ഒരു ക്രിയാത്മകമായ ഒരു എൻഗേജ്മെൻ്റ് ആണ്.
നന്മ ചെയ്യാൻ വേണ്ടി, ഒരു കാലത്ത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ അധ്വാനിച്ചെങ്കിൽ ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ്, പങ്കുവയ്ക്കുകയാണ്. അപ്പം നന്മ മുമ്പിൽ കണ്ടുകൊണ്ട്, മറ്റുള്ളവരുടെ നന്മ മുമ്പിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുമ്പോൾ വലിയൊരു സമ്പത്ത് നമ്മൾ അറിയാതെ രൂപപ്പെടുത്തിയെടുക്കുക. മറ്റത് ഭൗതിക സമ്പത്താണ് ഒരു കാലത്ത് കൂടുതൽ ഉണ്ടാക്കിയതെങ്കിൽ ആ ഭൗതിക സമ്പത്തിനെ വിനിയോഗിക്കാനുള്ള സമയമാണ്. പങ്കുവയ്ക്കണം മറ്റുള്ളവർക്ക് വേണ്ടി. ഒത്തിരി കൂട്ടിവെച്ചിട്ട് കാര്യമൊന്നുമില്ല, പങ്കുവയ്ക്കണം, കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഴിവ്, അറിവ്, അനുഭവ സമ്പത്ത് ഇങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് നല്ല സന്തോഷമായിട്ട് പങ്കുവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണത്. അങ്ങനെ പങ്കുവെക്കാനൊരു അവസരമായിട്ട് കൂടി ഇതിനെ കാണാൻ പറ്റണം. അതുപോലെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ഇടവകയിലാണെങ്കിൽ സംഘടനകളുണ്ട്. സംഘടനകളിൽ സജീവമായിട്ട് പങ്കുചേരാം. വിൻസെൻ്റ് ഇപ്പോൾ എന്ന് പറയുന്ന സൊസൈറ്റിയുടെ സംഘടനാ പ്രവർത്തനങ്ങളുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, ആതുര ശുശ്രൂഷ മേഖലകളിൽ സജീവമായിട്ട് പങ്കുചേരാം, വൃദ്ധമന്ദിരങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപിടി സാമൂഹ്യക്ഷേമ പ്രവർത്തന മേഖലകളിലേക്ക് സ്വാഭാവികമായിട്ട് എത്തിച്ചേരണം. പിന്നെ നല്ലൊരു ഉപദേശകനായിട്ട് മാറാൻ പറ്റും. വെറുതെ ഉപദേശിക്കുകയല്ല, അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുന്ന, യങ് ജനറേഷനെയൊക്കെ നയിക്കുന്ന നല്ല ഒരാളായിട്ട്. ഒരുപാട് ഉപദേശം കൊടുക്കുന്നതും അപകടമാണ്, ഉപദേശം കൊടുക്കാതിരിക്കുക. യങ് ജനറേഷൻ ഒരിക്കലും ഉപദേശങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവരോട് അവരുടെ ഒരു തലത്തിലൊക്കെ ഇറങ്ങിച്ചെന്നുകൊണ്ട് അനുഭവ സമ്പത്ത് പങ്കുവെക്കാൻ പറ്റും. അങ്ങനെ കിട്ടിയ നല്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രിയാത്മകമായ ചിന്തകൾ, ആശയങ്ങളൊക്കെ പങ്കുവെക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപിടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സമയമായിട്ട് ഈ വാർദ്ധക്യകാലത്തെ കാണാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിനെ തിരികെ പിടിക്കാൻ കഴിയുമ്പോൾ ജീവിതം ഒരു വലിയ സംഗീതമായിട്ടും അനുഗ്രഹമായിട്ടും ഒക്കെ മാറും. ആ ഒരു വഴിയിലൂടെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് നടക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മക്കളുമായിട്ടുള്ള ബന്ധം വളരെ അകലെയാണ്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരെ കൂടുതൽ സ്നേഹിച്ച്, അവർക്ക് വേണ്ടിയിട്ട് ആ നിയോഗത്തിൽ തന്നെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അറിയാതെ ഈ ബന്ധം വളരും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം കൂട്ടിച്ചേർത്തതാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നൊരു വലിയ ഭാഗ്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരുപക്ഷെങ്കിൽ പൊരുത്തപ്പെടാനുള്ള പ്രതിസന്ധികളോ ഒക്കെ ഉണ്ട്, അതെല്ലാം മറന്നിട്ട്, നിരുപാധികം മറന്നിട്ട് ആ പഴയ പ്രണയത്തിൻ്റെ നല്ല അനുഭവത്തിലേക്കൊന്ന് മടങ്ങിയാൽ വളരെ അനുഗ്രഹപ്രദമായി മാറും. പിന്നെ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ഒരുപിടി സാമൂഹിക ചുറ്റുപാടുകൾ, നമ്മെ ആവശ്യമുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ ഇറങ്ങിച്ചെല്ലണം. അവർക്കെല്ലാം നമ്മൾ സംലഭ്യനായി മാറണം. നമ്മുടെ കഴിവ്, അറിവ്, സമ്പത്ത്, സമയം ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പം വലിയ ഒരു ഭാഗ്യമായിട്ട് ഈ വാർദ്ധക്യം മാറും. രോഗാവസ്ഥകൾ എന്ന് പറയുന്നതും നമ്മളെ പിടികൂടാം. ഈ രോഗാവസ്ഥകളിലും നമ്മൾ ഇടറിപ്പോവാതെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ഈ സഹനങ്ങളൊക്കെ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് കാഴ്ചവെച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുമ്പോൾ അതും ഒരു ആത്മീയ വളർച്ചയ്ക്ക് കാരണമായി മാറും. ഈ കത്തിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള വാർദ്ധക്യത്തിലേക്ക് കടന്ന ആ അധ്യാപകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മക്കളെയും കൊച്ചുമക്കളെയും എന്നല്ല, സമാനമായ ജീവിതാനുഭവങ്ങളുള്ള ധാരാളം കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. അവരെല്ലാം ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വപ്നവും പ്രണയവും ആത്മീയതയും പൂത്തുലയുന്ന വാർദ്ധക്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.